ബഹുമാന്യരായ നേതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, വളരെ ദീർഘിച്ചതും വിശദീകരിച്ചതുമായ ഒരു പ്രസംഗം ഇനി ആവശ്യമില്ല. നമ്മൾ കേൾക്കേണ്ടതായ മുഴുവൻ കാര്യങ്ങളും സഖാവ് പിണറായി വിജയരാഘവൻ സഖാവ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഈ പറഞ്ഞതിൽ നിന്നൊക്കെ എന്താണ് ഇത്രയും പറയിപ്പിക്കാൻ ഇടയായ കാരണം? നമ്മുടെ നാട്ടുകാർ കഷ്ടപ്പെട്ട് മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തിച്ച് വിജയിച്ച് അസംബ്ലിയിലേക്ക് അയച്ച നമ്മുടെ MLA ഒരു ദിവസം രാവിലെ അപ്പുറത്ത് അതുണ്ടാക്കിയ ഒരു മനപ്രയാസമാണ് ഇങ്ങനെ സംസാരിക്കാൻ ഇടവന്നത്. ഒരു ന്യായമായ ഒരൊറ്റ കാര്യം ഇങ്ങനെ പോകാനിടയാക്കിയ കാര്യം പറഞ്ഞില്ല. എന്താണ് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം? ഞാൻ മനസ്സിലാക്കിയത് ഒറ്റ കാര്യമേ ഉള്ളൂ. കേരളത്തിന്റെ ചരിത്രത്തിൽ അത്ഭുതകരമായ ഒരു രാഷ്ട്രീയ മാറ്റമാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ടുണ്ടായത്. 5 കൊല്ലത്തെ ഭരണം കഴിഞ്ഞ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ 99 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തോടുകൂടി ഗവൺമെന്റ് തിരിച്ചു വന്നു. 99 നമ്മൾ. അതിൽ 50 മാത്രമേ പോയുള്ളൂ. ഇപ്പൊ 98 ഇപ്പോഴും ഉണ്ട്. ഈ 98 മെമ്പർമാർക്കും ഇല്ലാത്ത അഭിപ്രായമാണ് അൻവറിലുള്ളത്. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇനി നമ്മുടെ എതിരാളികളുടെ മനസ്സിലുള്ള ഭയം എന്താണെന്ന് അറിയാമോ? ഒരു കൊല്ലം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരും. ഇടതുപക്ഷ മുന്നണി അതിശക്തമായ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വരും. അതാണ് പേടി. അതെന്താണ് കാരണം? സഖ്യം വർദ്ധിപ്പിച്ചിട്ടോ വർഗീയത കളിച്ചിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ല നമ്മൾ ജയിക്കുന്നത്. ജനങ്ങളുടെ വികാര വിചാരങ്ങൾ മനസ്സിലാക്കി അങ്ങേയറ്റം വരെ അവർക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ചു. ഈ 10 കൊല്ലത്തെ ഭരണത്തിനിടയ്ക്ക് 4.5 ലക്ഷം പാവപ്പെട്ടവന് വീടില്ലാത്തവന് വീട് കെട്ടിക്കൊടുത്തു. 5 ലക്ഷം ആളുകൾക്ക് ഭൂമിക്ക് പട്ടയം കൊടുത്തു. ഇതിലൊന്നും അൻവറിന് ആക്ഷേപമില്ലല്ലോ. പട്ടയം കൊടുത്ത് പോരാന്ന് അദ്ദേഹം പറഞ്ഞു. ഭൂമി പതിച്ചു കൊടുത്തത് ശരിയായില്ല എന്ന് പറഞ്ഞു. ഈ നിലമ്പൂര് മണ്ഡലത്തിൽ തന്നെ ആദിവാസികൾക്ക് ഇപ്പതാ വീട് കെട്ടിക്കൊടുക്കുന്നു, സ്ഥലം പതിച്ചു കൊടുക്കുന്നു. അങ്ങനെ ദുർബല ജനവിഭാഗങ്ങൾക്കും പിന്നോക്കം നിൽക്കുന്ന ആളുകളെയും പൊന്തിക്കുന്നതിന് വേണ്ടി ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത പ്രവർത്തനങ്ങളാണ് സഖാവ് പിണറായി വിജയൻ ചെയ്തു വന്നത്. നമ്മളെ സ്കൂളുകളിലൊക്കെ പാസ് കണ്ടിട്ടില്ല നിങ്ങൾ? 99% വിദ്യാർത്ഥികളാണ് ജയിക്കുന്നത്. അതും ഓരോ കുട്ടിക്കും 98% മാർക്കാണ് കിട്ടുന്നത്. ഈ മാർക്ക് ഇവിടെ മുമ്പുണ്ടായിരുന്നില്ലേ? ഈ സ്കൂളുകൾ ഉണ്ടായിരുന്നില്ലേ? അത് പിണറായി വിജയന്റെ ബുദ്ധിപരമായ പ്രവർത്തനം കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് അത്ഭുതകമായ മാറ്റമുണ്ടാക്കാൻ പ്രവർത്തിച്ചു. സംവിധാനങ്ങൾ ഏർപ്പെടുത്തി, കെട്ടിടങ്ങളൊക്കെ പുതുക്കി പണിതു, ചോർച്ച അവസാനിപ്പിച്ചു. ഒരിക്കലും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ എല്ലാ ക്ലാസുകളും പഠിപ്പിക്കാൻ അധ്യാപകരെ നിയമിച്ചു. ശാസ്ത്ര സാങ്കേതിക വിദ്യ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി സിലബസിൽ ഉൾപ്പെടുത്തി. ഈ 10-9 കൊല്ലത്തിനിടയ്ക്ക് സ്കൂൾ ആരംഭിക്കുമ്പോൾ പുസ്തകം കിട്ടിയിട്ടില്ല എന്നൊരാക്ഷേപം ആരെങ്കിലും പറഞ്ഞോ? എവിടെങ്കിലും ഉണ്ടായ ഒരാക്ഷേപം? അങ്ങനെ ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്. ഞാനതൊന്നും ഇപ്പൊ പറയുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ അങ്ങേയറ്റം വരെ എല്ലാം ഹൃദയസ്പർശിയായ ബന്ധമാണ് അദ്ദേഹം സ്ഥാപിച്ചത്. നമ്മുടെ ഏത് സമയത്തും ദൗർബല്യങ്ങൾ വരുമ്പോൾ പട്ടിണി അടക്കുന്ന സ്ഥിതി കേരളത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. സിവിൽ സപ്ലൈസ് മുഖേന അരി വിതരണം സുന്ദരമായി നടക്കുന്നില്ലേ? എവിടെയെങ്കിലും അരി കിട്ടിയിട്ടില്ല എന്നുള്ള ആക്ഷേപമില്ലല്ലോ.
ഇങ്ങനെ ഓരോ വിഷയങ്ങളും എടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇതിലൊന്നും അദ്ദേഹത്തിന് ആക്ഷേപമില്ല. അദ്ദേഹം പറഞ്ഞ ആഭ്യന്തര പോലീസ് ഭരണം തകർന്നിരിക്കുന്നു എന്നാ. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇന്നലെ പോലും മിഞ്ഞാന്ന് രാത്രി നമ്മുടെ സാഹിത്യകാരനായ MT വാസുദേവൻ നായരെ വീട്ടിൽ നിന്ന് 30 പവൻ കളവ് പോയി. മിഞ്ഞാന്ന് രാത്രി. ഇന്നലെ 12 മണിയാവുന്നതിന് മുമ്പ് ആ 2 പ്രതികളെയും പിടിച്ചു 30 പവനും എടുത്തെഴുതു പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. തൃശ്ശൂര് വന്നിട്ട് വടക്കേ ഇന്ത്യക്കാര് ബാങ്കിന്റെ ATM ഖജനാവ് കുത്തിപ്പൊളിച്ച് കട്ട് പണവുമായിട്ട് പോയി. 24 മണിക്കൂർ കൊണ്ട് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഫോട്ടം കാണണോ? ഇതാ ഈ 5 കള്ളന്മാരെ പിടിച്ചു കൊടുത്തു. 5 എണ്ണം. ഏത് വിധത്തിലാണ് പിടിക്കാത്തത്? ആഭ്യന്തര ഭരണത്തിന് എന്താ ഇവിടെ കുഴപ്പം? അൻവർ കണ്ട ഒരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? കള്ളക്കടത്ത് പൊന്നുകടത്തുകാരെ പിടിക്കണ്ടേ? അദ്ദേഹം TV ചാനലിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് ഒരു ഓഡിയോ കാണിച്ചു. ഒരു കാരിയറിന്റെ ഫോട്ടോ ഒരാൾ ഇരിക്കുന്നു ഒരു കുട്ടിയായിട്ട്. കാരിയറെ കയ്യിൽ നിന്ന് പോലീസ് പണ്ടം പിടിച്ചുകൊണ്ടേയി, ആ സ്വർണം പിടിച്ചുകൊണ്ടേയി, തിരിച്ചു കൊടുത്തില്ല എന്നാണ് പറയുന്നത്. അപ്പൊ കാരിയർക്ക് തിരിച്ചു കൊടുക്കണമെന്നാണോ അൻവറിന്റെ വാദം? കൊണ്ടുവന്ന കള്ളന് തിരിച്ചു കൊടുത്താൽ അത് പിന്നെ അൻവറിന്റെ വീട്ടിലെത്തും എന്നല്ലേ എന്റെ അർത്ഥം? നിങ്ങൾ ആലോചിച്ച് നോക്കി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മിഞ്ഞാന്ന് പറഞ്ഞു 5 കൊല്ലം കൊണ്ട് 150 കിലോ സ്വർണവും 123 കോടി ഉറുപ്പിക ഹവാല പണവും നമ്മുടെ ഈ കോഴിക്കോട് വിമാനത്താവളം വഴി വന്നു. കോഴിക്കോട് എന്ന് പേര് മാത്രമുള്ള വിമാനത്താവളം മലപ്പുറത്താണ്. അതുകൊണ്ട് മലപ്പുറത്താണ് ഈ കള്ളന്മാർ ഇത് പറഞ്ഞു പോയി. അപ്പുറത്തിന് ഈ കയറി ചാടി. മലപ്പുറം എന്ന് പറഞ്ഞാൽ ഇവന്റെ മൂത്താപ്പാന്റെ സമ്പത്താണോ മലപ്പുറം? മലപ്പുറം തന്നെ ജില്ല ഉണ്ടാക്കിയത് EMS ഇപ്പൊ സഖാവ് പറഞ്ഞ ഞങ്ങൾ കേട്ടില്ലേ? മലപ്പുറം എന്ന് പറയുമ്പോഴത്തേന് ഇവർക്ക് എന്തോ പറ്റിയ മാതിരി, ഇവരെ തറവാട് സ്വത്തിന്റെ മാതിരി. അപ്പൊ അതിൽ തന്നെ ഉണ്ടാവുന്ന ആ വികാരം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്താണ്, മലപ്പുറം ജില്ലയിലാണ്. ആ ജില്ല വഴിക്കാണ് 150 കിലോ സ്വർണം 5 കൊല്ലം കൊണ്ട് കൊണ്ടുവന്നത്. ഇന്നലെ ഒരാൾ സ്വർണം കട്ടുകടത്തി കൊണ്ടുവന്നിട്ടുള്ള അതിന്റെ ഫോട്ടോ എന്റെ മൊബൈലിലുണ്ട്. ഞാൻ ഇപ്പൊ ചിത്രീകരിച്ച് കാണിച്ചു തരാൻ വേണ്ടി കിടന്നില്ല. 60 ലക്ഷം ഉറുപ്പിക വില വരുന്ന 1677 ഗ്രാം സ്വർണമാണ് കട്ടുകടത്തിയത്. ആരാണ് കടത്തിയതെന്നറിയോ? അതാ രസം. മുനീർ ബാബു KMCC, മുബീർ ബാബു ഫൈസി സഖാഫി വഖാഫി എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾക്കറിയില്ലേ? നമ്മളെ മുസ്ലിയറാണ് ഫൈസി. മുനീർ ബാബു ഫൈസിയാണ്. അതും മുസ്ലിം ലീഗിന്റെ വിദേശത്തുള്ള സംഘടനയായ KMCCയുടെ നേതാവ്. അയാൾ എങ്ങനെയാ കൊണ്ടുവന്നതെന്ന് പറയാൻ ഈ പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കണമെന്നുണ്ട്. പടച്ച തമ്പുരാനെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇയാളെ കഴുത്തി കടത്തിയിട്ട് ആ സാധനം വലിച്ചെടുക്കുന്ന ഫോട്ടോ എന്റെ മൊബൈലിലുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ആര്? ഫൈസി. പറയാൻ പാടില്ല, ഓ ഇസ്ലാമായി പോയി. ആ മുസ്ലിയാരാണേ. മുനീർ ഫൈസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇന്നലെയാണ് ഈ സംഭവം. വലിച്ചിങ്ങനെ എടുക്കുക. എത്ര? 60 ലക്ഷം ഉറുപ്പ്യ വില വരുന്ന 1677 ഗ്രാം സ്വർണം ഇവന്റെ. ഞാൻ പറയിച്ചു തരില്ല പോലും. അപ്പൊ അതിന്റെ വലിപ്പം എന്താണ്? ഉരലാണത്. ഈ മാതിരി കള്ളന്മാരെ പിടിച്ചു പോലീസ് എന്നുള്ളതാണ് കുറ്റം. നമ്മൾ അൻവർ പറയാണ് 40ഓളം യുവാക്കളെ MDM എന്ന് പറയുന്ന മരുന്ന്, വികാരമുണ്ടാക്കുന്ന മരുന്ന് കട്ടുകൊണ്ട കുട്ടികളെ പിടിച്ചുകൊണ്ട് മരുന്ന് കൊണ്ട് തന്നെ പിടിക്കണ്ടേ? ഏത് മരുന്ന്? കള്ളിന് പകരം ഉപയോഗിക്കുന്ന മരുന്നാണ് കൊണ്ട് തന്നെ MDM. അത് പിടിച്ചത് തെറ്റായിപ്പോയി എന്നാ പറയുന്നത്. അപ്പൊ ഇതൊന്നും പിന്നെ വേണ്ട.
അപ്പോൾ ഇതൊന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, മടിയും വന്നതുകൊണ്ട്. അത്ഭുതകരമായ ഒരു സംഭവമാണിത്. അദ്ദേഹം നമ്മുടെ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസിനെ പറ്റി പറയാണ്, നിസ്കരിക്കാൻ സമ്മതിച്ചില്ല. ഇവൻ ആരാ? ശേഖത്തുള്ളേ? നിസ്കാരം എന്താണെന്ന് അറിയോ അയാൾക്ക്? നിസ്കരിക്കാൻ സമ്മതിച്ചില്ല നമ്മുടെ സെക്രട്ടറി. ഞാൻ ചോദിക്കട്ടെ, 42 കൊല്ലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയായി തുടങ്ങി മെമ്പറായി സംസ്ഥാന കമ്മിറ്റി അംഗമായി ഞാൻ നിൽക്കുന്നു. 1982 ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കുന്നത്. 87 പാർട്ടി എന്നെ മന്ത്രിയാക്കിയത്. 88 പാർട്ടി മന്ത്രി എന്നുള്ള നിലക്കാണ് ഞാൻ മക്കത്ത് പോയി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചത്. എന്റെ പാർട്ടി പോണ്ടെന്ന് പറഞ്ഞോ. അങ്ങനെ കഴിഞ്ഞ 10-40 കൊല്ലത്തിനിടയ്ക്ക് പല സന്ദർഭങ്ങളിലായി 9 പ്രാവശ്യം ഉംറ കഴിച്ച മെമ്പറാണ് ഞാൻ പാർട്ടിയിൽ. ഉംറ പാടില്ല എന്ന് പറഞ്ഞോ പാർട്ടി? അൻവറിന് നിൽക്കാറ് കണ്ടപ്പോൾ തന്നെ മോഹൻദാസിന് ബേജാറായി. ഇവനെങ്ങാനും പൊന്തിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. എന്തൊരു കഷ്ടമാണ്. വേറെ എന്ത് കുറ്റം പറഞ്ഞോ? വർഗീയവാദം മോഹൻദാസിനെ പറ്റി പറയാൻ പാടില്ലോ? അയാൾ ഏത് മോഹൻദാസ് പറഞ്ഞു? ഇനി അതുമല്ല, എവിടുന്നാണ് മോഹൻ പറഞ്ഞത്? പാർട്ടി ഓഫീസിൽ, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അൻവർ വരാറില്ല. പിന്നെ ഇവ നിസ്കരിക്കാൻ പറഞ്ഞ പള്ളിയിൽ മോഹൻദാസ് കയറിയിട്ടാണോ പറയുന്നത്? പള്ളിയിൽ അല്ലാഹു ഒക്കെ പറഞ്ഞത് വേണ്ട നിസ്കരിക്കണ്ട മോഹൻദാസ്. അൻവറെ, വിവരല്ലെങ്കിൽ ഇല്ല എന്നുള്ള ബോധമെങ്കിലും വേണം. ഈ തരത്തിൽ ആളുകളെ കളിയാക്കി, ഈ തരത്തിൽ അപമാനിക്കരുത് ജനങ്ങളെ. ഇദ്ദേഹത്തെ ഏതോ ഒരു ദുർബല നിമിഷത്തിൽ ഇങ്ങനെ വന്നുപോയി. ഞാൻ 25 കൊല്ലം കോൺഗ്രസിന്റെ പ്രവർത്തകനായി പ്രവർത്തിച്ച് കുറ്റമില്ലാതെ പ്രവർത്തിച്ചിട്ടാണ് ഞാൻ അത് വിട്ടുപോകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, KSUവിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു, INTUCയുടെ താലൂക്ക് വൈസ് പ്രസിഡന്റായിരുന്നു. 18 കൊല്ലം KPCC മെമ്പറാണ് ഞാൻ. 4 കൊല്ലം DCC പ്രസിഡന്റാണ്. എന്തെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടോ പാർട്ടിക്ക്? ഞാൻ പോന്നിട്ട് എന്നെ പുറത്താക്കി എന്ന് കോൺഗ്രസ് പറഞ്ഞിക്കണോ? ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞിക്കണോ? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ വേണമെങ്കിൽ ആണ് കയറാമെന്ന്. ഞാൻ എന്നെ പുറത്താക്കിയിട്ടില്ല. അങ്ങനെയാണ് ഞങ്ങൾ ഈ അൻവർ ഇവിടെ മെമ്പർഷിപ്പ് ഇവിടെ മത്സരിക്കുന്നതിന് മുമ്പ് ഏത് പ്രവർത്തനമാണ് നടത്തിയത്? ഏത് പാർട്ടിയിലാണ് ഉണ്ടായിരുന്നത്? അതൊന്നും പിന്നെ കൊണ്ട് പറയിക്കേണ്ട. വേറെ ദുഃഖകരമായ പല സംഗതിയും പറയാനുണ്ട്. അതൊരു അബദ്ധം പറ്റി എന്ന് വേണമെങ്കിൽ പറയാം. റിയൽ എസ്റ്റേറ്റ് കച്ചവടം, കള്ളക്കടത്തുകാരെ സഹായിക്കുന്ന ഏർപ്പാട് പിടിക്കാൻ പാടില്ല എന്നല്ല ഇപ്പോഴും പറയുന്നത് പോലീസിനോട്. പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനെ സഹായിക്കുക. മുക്കത്ത് ഒരു ക്വാറി സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പാണക്കാട്ട് തങ്ങളെ 3ാമത്തെ പരയിൽ താമസിക്കുന്ന ഒരാളോട് 15 ലക്ഷം ഉറുപ്പിക വാങ്ങി. ആ ഉറുപ്പിക കൊടുത്തതിന് രസീതി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. മുക്കത്ത് ഇയാൾക്ക് ക്വാറി ഇല്ല എന്ന് പിന്നെ ഇയാൾ മനസ്സിലാക്കി. ക്വാറിയിൽ മെമ്പർഷിപ്പും കൊടുത്തില്ല, പണം തിരിച്ചു കൊടുത്തില്ല. അയാൾ കേസ് കൊടുക്കാൻ വക്കീൽ എന്നുള്ള നിലക്കാണ് എന്റെ അടുത്ത് വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിപ്പോ കോടതിയിൽ പോകാറില്ല, ഞാൻ മതിയാക്കി ഞാൻ വേറൊരു വക്കീലിനെ ഏൽപ്പിച്ചു കൊടുത്തു. ആ വക്കീൽ മുഖേന മലപ്പുറം മഞ്ചേരി കോടതിയിൽ കൊടുത്ത കേസ് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. ഇതായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്നത്തെ പണി. ഈ പണിയിക്കുന്ന ആളാണ് നമ്മളെ അഴിമതി പറയുന്നത്. ആഭ്യന്തര വകുപ്പ് പോലീസ് തകർന്നു എന്ന് പറയുന്നത്. പോലീസിൽ തെറ്റ് ചെയ്തവരുണ്ടാവും, അതിന് മുഴുവൻ പോലീസുകാരും പറയാണ് 24 മണിക്കൂർ കൊണ്ടാണ് ഇപ്പൊ പിടിക്കണേ. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എവിടെയെങ്കിലും ഒരു വർഗീയ കലാപം ഉണ്ടായോ? ബേപ്പൂര് മണ്ഡലത്തിലല്ലേ വലിയ അത്ഭുതകരമായ കലാപം ഉണ്ടായത്. പാലക്കാട് പട്ടണത്തിനകത്ത് വർഗീയ കലാപം ഉണ്ടായല്ലോ കോൺഗ്രസുകാർ ഭരിക്കുന്ന കാലത്ത്. ലീഗും കോൺഗ്രസും ഭരിക്കുമ്പോൾ ബേപ്പൂരുണ്ടായി, അവിടെ ഉണ്ടായി, തിരുവനന്തപുരത്തുണ്ടായി. ഈ 9 കൊല്ലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു വാർഡിൽ 2 സമുദായങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടാ തുടങ്ങി അവിടെ അടിച്ച് ശരിയാക്കി കളയും. ഇത്ര സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ പിണറായി വിജയന്റെ ഈ 10 കൊല്ലക്കാലം നമുക്ക് സാധിച്ചില്ലേ? എന്ത് ക്രമസമാധാനം തകർന്നു എന്ന അൻവർ പറയുന്നത്? എവിടെയാണ് അഴിമതി?
ഒരൊറ്റ കള്ളത്തരം ചൂണ്ടിക്കാണിച്ചു തരാൻ സാധിക്കുമോ? നിസ്കരിക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു വല്ലാത്തൊരു ബേജാറ് മൂപ്പർക്ക്. ആ ജാതി കള്ളത്തരം പറഞ്ഞ് ഇവിടെ മതവികാരം ഉണ്ടാക്കാനാണ് ഈ നിസ്കരിക്കാൻ കഴിയുന്നില്ല, അതിന് പാർട്ടി അനുവദിച്ചില്ല, ഇതൊക്കെ പറയുന്നത്. ഇങ്ങനെ മതത്തെ കൊണ്ട് കച്ചവടം ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒറ്റപ്പെടുത്താമെന്നല്ലേ നിങ്ങളെ വിചാരം? മതവർഗീയ വികാരം ഇളക്കി വിട്ട് മനുഷ്യർ തമ്മിൽ അടുപ്പിക്കുന്ന സമ്പ്രദായത്തെ അനുകൂലിക്കാൻ നിവൃത്തിയില്ല എന്നതല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം. അതിനെ തകർക്കാനാണ്. ഇപ്പൊ ഞാൻ തൃശ്ശൂര് BJPയുടെ സ്ഥാനാർത്ഥി ആദ്യമായിട്ട് ജയിച്ചു. കമ്മ്യൂണിസ്റ്റും BJPയുള്ള ബന്ധം കൊണ്ടാണോ ജയിച്ചത്? അപ്പൊ നമ്മളെ വോട്ടല്ലേ കുറയണ്ടേ? നമ്മളെ സ്ഥാനാർത്ഥിക്ക് 16,600 വോട്ട് കൂടുതലാണ്. കോൺഗ്രസിലെ കരുണാകരന്റെ മകൻ മുരളീധരനെ വടകരയിൽ നിന്ന് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഉറച്ച സീറ്റാണ് പറഞ്ഞ് നിർത്തിച്ചു. അവിടുത്തെ DCCയുടെ പ്രസിഡന്റായിരുന്നു ആദ്യത്തെ സ്ഥാനാർത്ഥിയായി ജയിച്ച MP. അദ്ദേഹം പിന്നെ അനങ്ങിയിട്ടില്ല. വോട്ട് എണ്ണി നോക്കുമ്പോൾ 78,000 വോട്ട് കോൺഗ്രസിൻ്റെത് കാണാനില്ല, ആ BJPക്ക് അവിടുത്തെ. എന്നിട്ട് കുറ്റം ഞമ്മക്ക്. BJPനെ ജയിപ്പിച്ച ഞമ്മളെ തൃശ്ശൂർ പൂരം കലങ്ങിയതോ അത് തോന്നിവാസികൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നടപടിയെടുത്തതിൽ പോരായ്മ ഉണ്ട് എന്ന് കണ്ടാൽ ഞങ്ങൾ നടപടിയെടുത്തോളാം പാർട്ടി പറഞ്ഞിട്ടുണ്ട്. സഖാവ് വിജയരാഘവൻ വ്യക്തമായിട്ട് പറഞ്ഞു, ആ ADGPനെ നടപടിയെടുത്തില്ല എന്നാണ് എന്റെ ആക്ഷേപം. ADGP, DGP, കലക്ടർ, ഡെപ്യൂട്ടി കലക്ടർ, സെക്രട്ടറി ഇവരൊക്കെ IAS, IPS കാഡറിലുള്ളവരാണ്. അവരെ സംസ്ഥാന ഗവൺമെന്റിന് നടപടിയെടുക്കാം. എങ്ങനെ വേണം? വിശദീകരണം ചോദിക്കണം. ആ വിശദീകരണം തൃപ്തിയല്ലെന്ന് കണ്ടാൽ അന്വേഷണം വെക്കണം. ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം. അതിൽ നിന്നും പൂർണ്ണമായിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം DGP നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തു, ഇത് വിജിലൻസ് അന്വേഷണം വേണമെന്ന്. അതും ഓർഡറാക്കി കൊടുത്തു. വിജിലൻസ് അന്വേഷണം മിഞ്ഞാന്ന് രാവിലെ വന്നു. വൈകുന്നേരം 9 മണിയായപ്പോൾ തന്നെ ADGPയെ പറഞ്ഞയച്ചു, പോവാൻ ഒപ്പുന്നു. അത് മാത്രമാണ് അൻവറിന്റെ കേസെങ്കിൽ ADGP പോയല്ലോ. ഒന്നപ്പോ തിരിച്ചു വന്നപ്പോ ഇവിടെ കയറ്റണം. ഇവിടുന്ന് നേരെ വണ്ടി കയറി കോൺഗ്രസ് ചെന്നപ്പോ MM പറഞ്ഞു വളപ്പ് കടത്തൂല എന്ന് പറഞ്ഞ നാട്ടി വിട്ടു. പിന്നെ ലീഗുകാരനെ പിടിച്ചിട്ട് ഇവിടുത്തെ നമ്മുടെ എടക്കരെന്ന് പറയുന്ന ലീഗുകാരനെ കൊണ്ടൊരു പ്രസ്താവന കൊടുപ്പിച്ചു. പിറ്റേന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, പ്രസ്താവന വരാൻ പറ്റേ, ഞമ്മക്കിപ്പോ വേണ്ട. അപ്പൊ ലീഗിനും വേണ്ട, കോൺഗ്രസിനും വേണ്ട, ഞമ്മളെ വിട്ടും ചെയ്തു. അപ്പോഴാണ് മേപ്പെട്ട് കൊന്തിയത് മദിരാശിക്ക്. പണ്ട് നമ്മളൊക്കെ നാട്ടിൽ വാട് വിട്ടുപോലും മദിരാശിക്കും ബോംബായിക്കുവാണ്. മദിരാശി അന്ന് DMKനെ കണ്ടപ്പോ DMK അവിടുന്ന് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ സഖ്യകക്ഷികളാണ്, ഇവിടെ വേറെ എല്ലാ സ്ഥലത്തും ഇവിടെ എന്നെ കയറ്റൂല, പുറത്തെന്ന് പറഞ്ഞു. അപ്പൊ യാതൊരു നിവൃത്തിയില്ല, DMKയും കൂട്ടാൻ വയ്യ, കിട്ടിയില്ല. അപ്പൊ ചെയ്ത പണി എന്താ അറിയോ? സ്വന്തമായിട്ടൊരു പാർട്ടി ഉണ്ടാക്കി, അതിന്റെ പേര് DMK എന്നാക്കി. മദിരാശിയിലെ DMK ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണ്. ആ പേര് ഇവനിട്ട കോടതിയിൽ കേസ് വരും. അപ്പൊ എന്ത് ചെയ്തു? ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഇൻ കേരള, DMK. അൻവരെ ഇതൊക്കെ ആരോടാണ് ഈ കളിക്കുന്നത്? ഇത്രയൊക്കെ വിവരമില്ലാത്തവരാണ് കേരളത്തിലെ ആളുകൾ എന്ന് വിചാരിച്ചു ഞങ്ങള്? ഇതൊക്കെ നമ്മളെ കേരളത്തിലാണോ ഈ കളിക്കുന്നത്? ഇതിനെപ്പറ്റി ഒരു വിവരമില്ല. വിവരമില്ലാഞ്ഞിട്ടല്ല, കള്ളത്തരം കാണിക്കുക. ഇതൊന്നും അറിയാതെ അവിടെ ഒരു പരിപാടിക്ക് പോയി മടങ്ങി വരുമ്പോ എന്റെ സഹോദരി ആയിഷാത്താരെ ഒരു വിടക്ക് അവിടെ കയറ്റി ഒന്ന് കാണാൻ നമ്മളെ MLA കയറി കണ്ട ഉടനെ ഇവന്റെ ഈ കഥകളൊന്നും ആയിഷാത്താക്ക് അറിയില്ല. 2 കൊല്ലം കഴിഞ്ഞ അംസകാക്കും അറിയില്ല. ഞാനും ആയിഷാത്തിയും തമ്മിൽ 2 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. ഇന്നേക്കാണ് 1.5 വയസ്സ് കൂടുതൽ. ഇത്രയേ ഉള്ളൂ. 1.5 കൊല്ലം കഴിഞ്ഞ എന്റെ സ്ഥിതി അത് തന്നെയാണ്. അപ്പൊ ഇതൊന്നും അറിയാത്ത ആയിഷാത്ത് അവിടെ കയറുമ്പോ അൻവർ വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് നിങ്ങൾ എന്റെ കൂടെ നിൽക്കൂല. അപ്പൊ നമ്മളെ MLA അല്ലേ? നിൽക്കും. ഉടനെ അത് ഫോട്ടോ എടുത്തു. പറഞ്ഞ് നമ്മളെ MLA അല്ലേ, എന്റെ കൂടെ നിൽക്കും, മറ്റൊന്നും അറിയില്ല, എന്റെ കൂടെ നിൽക്കും. ഉടനെ അത് ഫോട്ടോ എടുത്തിട്ട് പത്രത്തിൽ ആയിഷാത്തയും അൻവറിന്റെ കൂടെ, TK ഹംസ എന്റെ കൂടെ എന്ന് പറയാഞ്ഞത് എന്റെ ഭാഗ്യമായി.
ഇങ്ങനെ ഒരു നാടകം കളി ഞാൻ കണ്ടിട്ടില്ല. നാടകത്തിലെ ബഫൂൺ കളിയല്ലേ കളിക്കുന്നതൊക്കെ ഇതല്ല ശരി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇത് തമാശയൊക്കെ വിട്. ഒരു മണ്ഡലത്തിന്റെ MLA ആയി നിയമസഭയിലേക്ക് പാർട്ടി അയച്ചാൽ ഒരു ഗതിയില്ലാതെ എത്തുമുടിയില്ലാതെ വന്നിട്ടല്ലേ സഹായിച്ചത്? DSC പ്രസിഡന്റായ എന്നെ കാലുവാരി ചവിട്ടി പുറത്താക്കിയപ്പോഴാണ് ഞാൻ നിലമ്പൂരിൽ വന്നത്. ഞാൻ പ്രതിഷേധ സൂചകമായിട്ടാണ് നോമിനേഷൻ കൊടുത്തത്. അപ്പോഴാണ് പാർട്ടി വന്ന് ചോദിക്കണേ, എന്നെപ്പറ്റി എല്ലാ അന്വേഷണവും നടത്തി. എന്നിട്ട് MP രാഘവനെ പാർട്ടി നിർദ്ദേശിച്ചു. പാർട്ടി വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഉറച്ചു നിൽക്കും, തിരിച്ചു പോകൂല, എവിടെ ചേരും അതിപ്പോ പറയാൻ പറ്റൂല, ഞങ്ങൾ തിരിച്ചു പോകൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞങ്ങൾ പിന്തുണ തരും. പോകൂല ഉറപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നിലമ്പൂർ TV-യിൽ വെച്ച് സഖാവ് MP രാഘവൻ പ്രതിനിധീകരിച്ച് പാർട്ടിയുടെ പ്രതിനിധിയായി വന്ന് എന്നെ പിന്തുണച്ചത്. ആ നിമിഷം മുതൽ ഇന്ന് വരെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് പോരാടുന്നുണ്ട്. മനുഷ്യത്വം വേണം, അന്തസ് വേണം, ആത്മാഭിമാനം വേണം. ഒരു ഇഞ്ച് വിട്ടുകൊടുത്തു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പാർട്ടി പറഞ്ഞു നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കണം. ഉടനെ മെമ്പർഷിപ്പ് എടുത്തു. നിരന്തരമായി പ്രവർത്തിച്ചു. മഞ്ചേരി ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി, മലപ്പുറം ജില്ലാ കമ്മിറ്റി, മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ്, പിന്നെ സംസ്ഥാന കമ്മിറ്റി വരെ ഈ പാർട്ടി എത്തിച്ചു. ഇന്ത്യൻ പാർലമെന്റിലേക്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇവിടുന്ന് ജയിച്ചത് നമ്മളങ്ങനെ. അതൊക്കെ മനുഷ്യരോട് നിൽക്കണ. ഇവരെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇവരെ കയറ്റുമോ? DMK വിട്ടു, ലീഗും വിട്ടു, കോൺഗ്രസും വിട്ടു. നമ്മളെ മുന്നണിയിൽ ഇരുത്താൻ കഴിയാത്തത് കൊണ്ട് പാർലമെന്ററി പാർട്ടി ലീഡർ സ്പീക്കർക്ക് എഴുതി കൊടുത്തു പിന്നെ പ്രതിപക്ഷത്താക്കണം എന്ന് പറഞ്ഞു. പ്രതിപക്ഷത്ത് അവനെ പറ്റൂല എന്നുള്ളതുകൊണ്ട് അവിടെയില്ല ഇവിടെയില്ല, രണ്ടും കെട്ട നമ്പൂരി നടുവിറ്റത്ത് കടന്ന് ചത്തുക. അവിടെ പോയി ഇരിക്കൂലെന്നാ പറഞ്ഞ പ്രതിപക്ഷത്ത്. ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഔട്ടിയോട് പുറത്താക്കും. രണ്ട് സ്ഥലത്തും ഇല്ലാതെ അസംബ്ലിക്ക് ഇന്നലെ പോയിട്ടില്ല. ഇന്നലെ അസംബ്ലിന്റെ ഇന്നലെ പോയിട്ടില്ല. പോയാൽ എവിടെ ഇരിക്കുക? നമ്മളെ കൂടി ഇരിക്കാൻ പാടില്ല എന്ന് എഴുതി കൊടുത്തു. സീറ്റ് അപ്പുറത്ത് കൊടുത്ത് അപ്പുറത്ത് ഇരുന്ന് ഞങ്ങൾ കാണിച്ചു തരാതാണ് കോൺഗ്രസ്സുകാർ. കാരണം ഈ ബെടക്ക് സാധനം കോൺഗ്രസ് ആണെങ്കിലും പറ്റൂല്ലോ. അതുകൊണ്ട് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. എന്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ജലീൽ പറഞ്ഞു, ഞാനും കൂടി ഈ നിലപാട് സ്വീകരിച്ച ഈ സമുദായത്തിൽ നിന്ന് ഒരാളഞ്ഞ് പാർട്ടി വിശ്വസിക്കുമോ? പാർട്ടിക്കൊരു വിശ്വാസം വേണ്ടേ? ഒരാൾ കടന്നു വരുമ്പോ സാധാരണ പ്രവർത്തകരമാതിരിയല്ല, ഒരു മത്സരിക്കാനാണ് വരുന്നത്. ഒരുപാട് ആളുകളും അന്ന് പാർട്ടി സഹായിച്ചിട്ടുണ്ട്. ഇത്ര ഒരു അനുഭവം വേറെ ആരിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് പറയാനുള്ള മനുഷ്യത്വം നിലനിർത്തണം, ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. ഞാനന്ന് ചവിട്ടി പുറത്താക്കിയാലും ഞാനൊന്നും പാർട്ടിയിൽ നിന്ന് പോകൂല. അതിന്റെ കോലായ്മ കടന്ന് മരിക്കും, ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. കാരണം ഒരു കൊല്ലം മുമ്പ് വരെയും എന്നെ പാർട്ടി ഓരോ സ്ഥാനം തന്നിട്ടുണ്ട്, ഇനിയും തരാൻ തയ്യാറാ. പക്ഷെ എനിക്ക് വലിയ ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ്. ജോലിക്ക് തരുന്ന എന്തുകൊണ്ടാണ്? വിശ്വസ്തനായി പ്രവർത്തിക്കും എന്നതുകൊണ്ടാണ്. ഈ 42 കൊല്ലം പാർട്ടിയിൽ നിന്ന് ഈ സ്ഥാനങ്ങളൊക്കെ വഹിച്ചിട്ട് 25 പൈസയുടെ അഴിമതി പറയാൻ സാധിച്ചിട്ടുണ്ടോ നമ്മളെ പറ്റി? ഇതൊരു ചെറിയ സ്ഥാനത്തെത്തിയപ്പോഴത്തിന് കോറി പണയം വെച്ച് 15 ലക്ഷം ഉറുപ്പിക പാണക്കാട്ടിൽ നിന്ന് വാങ്ങിയ കേസ് കോടതിയിലുണ്ട്. എന്റെ പേരിൽ നോട്ടീസൊന്നും വരില്ല, എനിക്ക് ഉറപ്പാ. എനിക്ക് ആ കേസറിയാം. കേസ് വിധി പറഞ്ഞിട്ടില്ല. ഈ ജാതി കള്ളത്തരം ചെയ്യുന്ന ആളുകളെ എന്ത് ചെയ്യാനാ? വന്നു പോയി. ഇനി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങൾക്കും ബോധ്യമായി. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. പറഞ്ഞിടത്തോളം കാര്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. അത് ഈ തരത്തിലുള്ള ആളുകൾ രാഷ്ട്രീയത്തിന് ഒരു അപമാനമാണ് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ പിന്നെ ശശിക്കെതിരെ, ശശി 5 കൊല്ലം ഞാൻ മന്ത്രിയായിരുന്ന കാലത്ത് എന്റെ സെക്രട്ടറി ആയിരുന്നു. 5 കൊല്ലം നായനാര് മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. ഇപ്പൊ 10 കൊല്ലം പിണറായി വിജയന്റെ കൂടെ 20 കൊല്ലം പ്രൈവറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ശശി, പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ സെക്രട്ടറിയുമായി പ്രവർത്തിച്ച ശശി എന്ത് ചെയ്തു എന്നാണ് ഇവൻ പറയുന്നത്? ശശി കള്ളനാണ്, ശശി കള്ളനാണെന്ന് പറഞ്ഞാൽ മതിയോ? ഇന്നതാണ് കള്ളത്തരം എന്ന് പറയണ്ടേ? ഇന്നതാണ് തെറ്റെന്ന് പറയണ്ടേ? ഇന്ന് വരെ പറഞ്ഞു കാണുന്നില്ല.
അപ്പൊ ഇതൊക്കെ എന്തിനാണെന്നറിയോ? ആളുകളുടെ ഇടയിൽ വെറുതെ ഒരു ചീത്തപ്പേരുണ്ടാക്കാൻ പറ്റുമോ നോക്കുക. അതിനൊന്നും പാർട്ടി മെനക്കെടൊന്നും വിചാരിക്കേണ്ട. എത്ര പ്രചാരവേലകരെയും എത്ര പ്രസ്താവനക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ശശിനെ പറഞ്ഞെടുത്തോളം കാര്യം കംപ്ലൈന്റ് ഉണ്ട്, എഴുതിക്കൊണ്ടാന്ന് പറഞ്ഞു മുഖ്യമന്ത്രി. അപ്പൊ തെറ്റായ ചില സംഗതികൾ വെച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. ശശി വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുമ്പോൾ കേസാകും അടുത്ത്. കേസിന് മൂപ്പര് കൊലക്കേസിൽ വരെ പ്രതിയായ ആളാണ്. അയാൾക്ക് പേടിയൊന്നുമില്ല. കൊലക്കേസിലെ പ്രതിയാന്ന് നിങ്ങൾക്കറിയോ? കൊലക്കേസിലെ പ്രതിയായിരുന്നു. ഇപ്പോഴും തീർന്നിട്ടില്ല, അപ്പീലിലാണ് കേസ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ പറ്റിയാണ് ആരോപണം. അതൊക്കെ അംസൊക്കെ പറഞ്ഞാൽ നേരം വെളുത്തും സംഗതി മോശമാണ്. കുടുംബകാര്യമൊന്നും പറയണ്ട. എനിക്കൊരുപാട് കാര്യങ്ങൾ അറിയാം. അതിലേക്കൊന്നും ഞാൻ പോകില്ല. എനിക്ക് എന്റെ നില വെച്ചിട്ട് പറയുന്ന വിഷമമാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബം, മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വം, ഇത് എന്തെല്ലാം പറഞ്ഞു നോക്കി. നമ്മൾ എതിരാളികൾ ഭാരതത്തുകാരും BJPക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ മുഖ്യമന്ത്രിയെ ഇന്ന് വരെ ഒരു പോറലേൽപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? മുഖ്യമന്ത്രിക്കെതിരായിട്ട് പല ആരോപണങ്ങളും കെട്ടിച്ചമച്ച് പ്രചരിപ്പിച്ചു നോക്കില്ല. അന്നും ഒക്കെ പിണറായി വിജയൻ പറഞ്ഞു, മടിയിൽ കനമുണ്ടെങ്കിലേ വഴിയിൽ പേടിയുള്ളൂ. ഒന്നുമില്ലാത്തവനെ എന്ത് നഷ്ടപ്പെടാൻ? വടിയിൽ ഒരു കനമല്ല, അതുകൊണ്ട് വടിയിൽ പേടിക്കില്ല മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അടുത്ത 3ാം ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ വരാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ ധീരമായി മുന്നോട്ട് പോവുക എന്ന് എല്ലാവരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.